Dear, welcome back to Arcanex. So, കഴിഞ്ഞ പബ്ലിക് എക്സാമിന്റെ വെയിറ്റേജ് പറയാണ്. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ദയവ് ചെയ്ത് ഇത് എല്ലാം പഠിക്കാതെ ഒരു ഒന്നോ രണ്ടോ ചാപ്റ്റർ പഠിക്കാതെ വിഷമിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിച്ച് റിവിഷൻ കഴിഞ്ഞവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. അവർ കാണുകയോ ചെയ്യേണ്ട, ടൈം വേസ്റ്റ് ആക്കുകയോ ചെയ്യേണ്ട. അതായത് നിങ്ങൾക്ക് ഒരു രക്ഷയും ഇല്ലെങ്കിൽ ലാസ്റ്റ് നിമിഷം ഞങ്ങൾ വരുന്ന ഒരു ഓപ്ഷനാണ്. ഏതെങ്കിലും പഠിച്ച് തീരുന്നില്ല, ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അമൈൻസ് പഠിച്ചില്ല, കുഴപ്പമുണ്ടോ എന്ന് പ്ലസ് ടുലെ കുട്ടികൾ വീഡിയോ കൊടുത്തിട്ടേ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇത് നല്ലൊരു ഓപ്ഷനേ അല്ല. നമ്മൾ വെയിറ്റേജ് നോക്കുന്നു എന്ന് മാത്രം നടത്തുന്നവര് ദയവ് ചെയ്ത് ടൈം കളയണ്ട, പെട്ടെന്ന് നോക്കാം. ആദ്യത്തെ ചാപ്റ്ററിന് കഴിഞ്ഞ തവണ 6 മാർക്ക് ബേസിക് കോൺസെപ്റ്റ് 6 മാർക്കാണ്. ക്ലാസിഫിക്കേഷനിൽ നിന്ന് 10-11 മാർക്കിന്റെ വെയിറ്റേജ് വന്നു. ബോണ്ടിങ്ങിൽ നിന്നും അതേപോലെ ഇക്വിലിബ്രിയം, തെർമോ, ഈ 3 ചാപ്റ്റേഴ്സും 10, 11, 9 ആ ഒരു റേഞ്ചിൽ വരുവേ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. റിഡോക്സ് കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ആണ്. 5 or 6 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓർഗാനിക്കിന്റെ 2 ചാപ്റ്റേഴ്സിൽ നിന്നും 9-10 മാർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും വെയിറ്റേജ് ഉള്ളത് ഓർഗാനിക്കിന്റെ 2 ചാപ്റ്ററുകൾ, ഇക്വിലിബ്രിയം, തെർമോയും അതേപോലെ കെമിക്കൽ ബോണ്ടിങ്ങും. ക്ലാസിഫിക്കേഷനിൽ ഇത്രയും വന്നെങ്കിൽ പോലും നമ്മൾ ഈ ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും വെയിറ്റേജ്. നമുക്കതിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ഏതെന്ന് വെച്ചാൽ കമ്പാരറ്റീവ്ലി ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ അത്ര സമയം നമ്മളെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, 1-2 ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാം. ഞാൻ പറയുന്നത് ബോണ്ടിങ് വളരെ ലെങ്തി ചാപ്റ്ററാണ്, നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. റിസ്ക് ആണ് അത് സ്കിപ്പ് ചെയ്യുന്നത്, എന്നാൽ പോലും ഭയങ്കരമായിട്ടും ലെങ്ത് ഉണ്ടാകും. സ്കിപ്പ് ചെയ്യുന്ന ചാപ്റ്റർ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ബോണ്ടിങ് നല്ലോണം അറിയാമെങ്കിൽ നിങ്ങൾക്ക് റിഡോക്സ് സ്കിപ്പ് ചെയ്യാം, വെയിറ്റേജ് കുറഞ്ഞ റിഡോക്സ് സ്കിപ്പ് ചെയ്യാം. ബേസിക് കോൺസെപ്റ്റ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ വിചാരിക്കേണ്ടത് ഒരു 75 മുതൽ 78 വരെ മാർക്കിനുള്ള ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് അതിൽ കാണും. അതില് ഫസ്റ്റ് 1 മാർക്കിന്റെ ചോദ്യത്തിലാണ് റിസ്ക് വരുന്നത്. കാരണം അതൊരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ ചിലപ്പോൾ 1 മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഫുൾ മാർക്ക് ഒഴിവായി പോകുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ ഫുൾ മാർക്ക് ഒഴിവായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾ ദയവ് ചെയ്തത് എല്ലാ ചാപ്റ്ററും പഠിച്ചാലേ ആ 1 മാർക്ക് നമുക്ക് എടുക്കാൻ പറ്റൂ. പക്ഷേ ഒരു 58 മാർക്സ് 2 ചാപ്റ്റർ സ്കിപ്പ് ചെയ്താലും 58 ഷുവർ ആണ്. കാരണം ഓപ്ഷൻ ഉൾപ്പെടെ ഒരു 75 മുതൽ 78 മാർക്ക് വരെ എന്തുണ്ടായിരിക്കും, ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ഉണ്ടായിരിക്കും. അതിൽ 60 വാങ്ങിയാൽ തന്നെ ഫുൾ മാർക്ക് ആണ്. ഇവിടെ റിസ്കി ഫാക്ടർ കിടക്കുന്നത് പഠിച്ച് തീരാത്തവർക്ക് വേണ്ടി മാത്രം. അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ഒരുപാട് മാർക്ക് കുറവാണ്, സെക്കൻഡ് ഇയർ കൂടുതൽ എഴുതണം. എല്ലാ ക്ലാസ്സും കൂടി എടുത്ത് തിരിഞ്ഞോയിരിക്കാണ്. ആദ്യത്തെ പരീക്ഷയാണ്, ആദ്യത്തെ സബ്ജക്റ്റ് ആണ്. അപ്പോ +2 കാണുന്നുണ്ടെങ്കിൽ കാരണം ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. കഴിഞ്ഞ തവണ നിങ്ങൾ എഴുതുന്ന അതേ എക്സാം ആണ് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന +2 കുട്ടികൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ +2 ഇത് യൂസ് ചെയ്യാം. +2 പ്രത്യേകിച്ച് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം എല്ലാ +2 കൂടി ഇത് പഠിക്കുക ഡിഫിക്കൽട്ട് ആണ്. അവര് 2 ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് തന്നെ പഠിച്ചോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക കുഞ്ഞുങ്ങളെ. ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ഒരു റിലാക്സേഷന് വേണ്ടി തന്ന വീഡിയോ മാത്രമായിട്ട് കണ്ടാൽ മതി അല്ലേ. ബൈ.